യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 35-36 വാക്യങ്ങൾ നമ്മൾ എടുത്താൽ, അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഈ വെളിച്ചത്തിൽ നടന്ന് അവർ വെളിച്ചത്തിൻ്റെ മക്കളാകണം. നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം അധികമായിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചം പ്രകാശിക്കുന്നവരായിട്ട് തീരണം നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാക്ഷ്യം പലപ്പോഴും നമുക്ക് രഹസ്യമായിട്ട് വെക്കാനാണ് നമുക്കിഷ്ടം. പക്ഷേ ബൈബിൾ നമ്മളോട് പറയുന്നത് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു പരസ്യമായിട്ടുള്ളൊരു സാക്ഷ്യമായിട്ട് തന്നെ തീരേണ്ട ആവശ്യമുണ്ട്. നമ്മളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, നമ്മളെ ഈ ആരിലാണ് വിശ്വസിക്കുന്നത്, ആരുടെ പുറകെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ പരസ്യമായിട്ട് തന്നെ സാക്ഷിക്കാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് പരിചിതമായൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ എവിടെയാണ്? നമ്മൾ തണ്ടിന്മേലാണോ, അതോ പറയിൻ്റെ കീഴിലാണോ, അതോ നമ്മൾ അങ്ങ് ഇരിക്കുന്നു, പഴയതുപോലെ തന്നെ ആയിരിക്കുമോ? അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ? വിളക്ക് കൊളുത്തിയിട്ട് തണ്ടിന്മേൽ വെക്കണം. കാരണം വരുന്നവരൊക്കെ ആ വെളിച്ചം കാണണം, അതിൽ നടക്കണം. ദൈവം നമ്മളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മുടെ ഒരു സാക്ഷ്യം നമുക്ക് കർത്താവിനെക്കുറിച്ച് നമുക്കൊരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. ഇത്ര വലിയൊരു രക്ഷ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ദൈവത്തെ അറിയാൻ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് വലിയ വ്യത്യാസം, വലിയൊരു ഭാഗ്യമാണ്. ഞാൻ എന്നും പറയും, ഒരു ഡിഗ്രിയും കൂടെ ഉള്ള ഒരു മനുഷ്യൻ ഈ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ഇടയായെങ്കിൽ അതൊരു ഭയങ്കര ഡബിൾ ബോണസ്. അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ്. നമ്മൾ ദൈവസഭ എടുത്ത് നോക്കിയാൽ തന്നെ കർത്താവിൻ്റെ പുറകെ പോയിട്ടുള്ള അനേകരും ഈ പറഞ്ഞ പോലെ ഭയങ്കര അഫ്ലുവൻ്റായിട്ടുള്ളവരുണ്ടായിരുന്നെങ്കിൽ തന്നെ ആവറേജ് എടുത്ത് നോക്കുമ്പം വളരെ അങ്ങനെയുള്ള ഒരു ഈ ലോകത്തിൽ ആശ്രയിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് അധികമായിട്ട് കർത്താവിൻ്റെ പുറകെ പോയിട്ടുള്ളത്. അപ്പം നമുക്കിങ്ങനെ ഒരു ഭാഗ്യം തരുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ആ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ ക്രിസ്മസ് സീസണിൽ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ യേശു കർത്താവിനെക്കുറിച്ച് ഗോസ്പലിൽ എഴുതിയപ്പോൾ സുവിശേഷങ്ങളിൽ തൻ്റെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ എന്നും നമ്മൾ കേൾക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ 8 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ വാക്യം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നിട്ട് 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മൾ അതിലെ അവസാനത്തെ വാക്യം നമ്മളങ്ങ് എടുക്കും, രക്ഷിതാവ്. പക്ഷേ ആരാ ജനിച്ചത്? കർത്താവായ ക്രിസ്തു. നമ്മൾ ആ ഒരു ഭാഗത്തിന് വളരെ പ്രാധാന്യം പലപ്പോഴും കൊടുക്കാറില്ല. NKJV-യിൽ എ സേവിയർ ഹു ഈസ് ക്രൈസ്റ്റ് ദ ലോഡ്, ക്രൈസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിലും ലോഡെന്ന് പറയുന്ന തൻ്റെ ഫങ്ഷൻ,
ഈ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം എടുത്താൽ വേറെ ഒരു ദൂതൻ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ മനുഷ്യൻ്റെ വാക്കായിട്ട് നമുക്ക് എടുക്കേണ്ട. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതെ, 20-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. യോസഫിന് പ്രത്യക്ഷനായ വിഷയമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ മെയിൻ മിഷൻ. യേശു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറയുമെങ്കിലും യശുവ എന്നായിരുന്നു ആ ഹീബ്രുവിലെ അവിടുത്തെ പേരായിട്ട് യശുവ. ദ ലോർഡ് സേവ്സ്, കർത്താവ് രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദ ലോർഡ് ഈസ് സാൽവേഷൻ, കർത്താവാണ് രക്ഷ എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നുള്ളപ്പം നമ്മൾ മറ്റുള്ളവരോട് വിറ്റ്നസ് ചെയ്യുമ്പോഴും ഈ 2 പോയിൻ്റ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുണ്ട്. എഫേസ്യ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനം വേറെ ഒരിടത്തും നമുക്ക് കിട്ടാത്തൊരു കാര്യം, വേറെ ആരും ഓഫർ ചെയ്യാത്തൊരു കാര്യം. അതിക്രമങ്ങളുടെ മോചനം എന്ന ഒരു വീണ്ടെടുപ്പ് നമുക്കുണ്ട്. റോമലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അതെ, അവൻ്റെ കൃപയാൽ ക്രിസ്തേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കുന്നു. സൗജന്യമായിട്ട് ഒരു മറുപടി നമ്മൾ തിരിച്ചൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ നീതീകരിക്കുന്ന ഒരു ദൈവം. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ രക്ഷകൻ കർത്താവ് നമുക്ക് രക്ഷ തരുന്നു. ഈ പാപത്തിൽ നിന്ന്, പാപം നമ്മൾ ചെയ്തതെല്ലാം നമ്മളോട് ക്ഷമിക്കുന്നു. അതുമാത്രമല്ല, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും കൂടെ നമ്മളെ വിടുവിക്കുന്നു. അല്ലെ വീണ്ടും വീണ്ടും നമ്മൾ പാപത്തിൽ വീണുകൊണ്ടിരിക്കും. റോമാലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുക, അതാണ് നമുക്ക് ക്ഷമിക്കപ്പെടുന്ന പാപമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പോലും, 2 ഈ പാപത്തിൻ്റെ ശക്തി വീണ്ടും വീണ്ടും നമ്മളെ പാപത്തിലേക്ക് തള്ളിയിടുന്ന ആ ശക്തിയെയാണ് കർത്താവ് ബ്രേക്ക് ചെയ്തിരുന്നത്, അതിനെയാണ് തകർത്തത്. അതിങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞത്. പാപത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോട് ഇതുവരെയുള്ള പാപം ക്ഷമിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇനിയും പാപത്തിൽ വീഴാതിരിക്കാൻ പാപത്തിന് നമ്മെ ബദ്ധനാക്കി കളയുന്ന ഒരു ശക്തി, ആ പവർ ഓഫ് സിൻ, അതിൽ നിന്നും കൂടെയാണ് നമ്മളെ കർത്താവ് വിടുവിച്ചത്. ഇത്രയും നമ്മൾ ഈ ചുരുക്കം വാക്യങ്ങളെ ഞാൻ എടുത്തുള്ളെങ്കിലും ഇതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തി കർത്താവ് നമുക്ക് ഓഫർ ചെയ്തത് അത് മൊത്തം കർത്താവല്ലേ നമുക്ക് വേണ്ടി ഈ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ കർത്താവ് എന്ത് നേടിയോ അത് നമ്മൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നുണ്ടോ? മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരോടും ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല, ഇവിടെയാണ് നമുക്ക് ഈ കർത്താവാണ്, യേശു കർത്താവ് മാത്രമാണിത് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സാക്ഷിക്കാം. ഇങ്ങനെയൊരു ജയത്തോടുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, വളരെ
നന്ദിയോടെ ഓരോ ദിവസവും നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കണം. കാരണം നമ്മളെ ദൈവം വിടുവിച്ചത് ഇത്ര വലിയൊരു കാര്യത്തിൽ നിന്നാണ്. വേറെ ഒരുത്തരിലും നമുക്ക് രക്ഷയില്ല, പാപത്തിന് വേറെ ഒരു മോചനമില്ല. അങ്ങനെ ഇരിക്കുന്നിടത്തു നിന്നാണ് നമ്മളെ വിടുവിച്ചത്. രണ്ടാമത്തെ നമ്മൾ വായിച്ച പെട്ടെന്ന് ഞാൻ പോവുകയാണ്, എൻ്റെ സമയം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ വാക്യം നമ്മൾ കണ്ടത് ക്രൈസ്റ്റ്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥമെന്ന് പറയുന്നത് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡും അതിൻ്റെ അതേപോലെയുള്ള എബ്രായ വേർഡെന്ന് പറയുന്ന മശിഹ എന്നുള്ളതും, എൻ്റെ ഇംഗ്ലീഷിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് എന്നാണ്. ദി അനോയിൻറ്റഡ് വൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അനോയിൻറ്റിങ്, അഭിഷേകം എന്ന് നമുക്ക് മലയാളത്തിൽ പറയുന്നത് പഴയ വലിയൊരു ചടങ്ങ് പോലെയായിരുന്നു. അത് വളരെ പവിത്രമായ ഒരു സീക്രട്ട് സെറിമണിയാണ്. ഒരു മനുഷ്യൻ്റെ തലയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള എണ്ണ ഒഴിച്ച് അദ്ദേഹത്തെ, രണ്ട് കാര്യം അവിടെ നടക്കുന്നു. ഒന്ന്, ഒരു കോൺസിക്രേഷൻ, ഒരു സമർപ്പണം. രണ്ട്, ഒരു ഓതറൈസേഷൻ അല്ലെ അധികാരപ്പെടുത്തൽ. സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ 3 തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ അനോയിൻറ്റിങ്, ഈ അഭിഷേകം കൊടുത്തിരുന്നത്. ആർക്കൊക്കെയാണ്? അതെ, പ്രവാചകന്, പുരോഹിതന്, രാജാവിന്. ഈ 3 പേർക്കാണ് ഈ അനോയിൻറ്റിങ്. ഇവരെ കർത്താവിൻ്റെ ഒരു വേലയ്ക്ക് വേണ്ടി, ഉപയോഗത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ ആ കാര്യത്തിന് വേണ്ടി അധികാരപ്പെടുത്തുക, വിത്ത് അതോറിറ്റി ആൻഡ് പവർ. അങ്ങനെ ഒരു ഓതറൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അനോയിൻറ്റിങ്. യേശു കർത്താവിനെക്കുറിച്ച് പറയുന്നത് ഹീസ് ദി അനോയിൻറ്റഡ് വൺ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു തന്നെ അനോയിൻറ്റ് ചെയ്തു, എണ്ണ കൊണ്ടല്ല, പക്ഷേ തന്നെ അനോയിൻറ്റ് ചെയ്തത്. പറഞ്ഞ 4-ന്റെ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം തന്നെ ആത്മാവിനാലാണ് അഭിഷേകം ചെയ്തത് ഈ കർത്താവിൻ്റെ ഈ ഒരു ദൗത്യത്തിനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും പ്രവാചകനും പുരോഹിതനും രാജാവുമായിട്ട് ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനോയിൻറ്റിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവിന് വേണ്ടി മാത്രമാണ്. ഹീസ് അവർ പ്രീസ്റ്റ്, ഹീസ് അവർ പ്രോഫറ്റ് ആൻഡ് ഓൾസോ ഹീസ് അവർ കിങ്. രാജാവും പുരോഹിതനും പ്രവാചകനും ഒരേ സമയം ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന യേശു കർത്താവ്. ഈ യേശുവിൻ്റെ പുറകെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ യേശു കർത്താവിൻ്റെ ഈ ക്രിസ്തു എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് എപ്പോഴും ചോദ്യം ചെയ്തിരുന്നത്. പത്രോസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഗോഡ്. അപ്പോൾ കർത്താവ് എന്തുവാ പത്രോസിനോട് പറഞ്ഞ? പത്രോസേ, നീ ഇത് തന്നെ മനസ്സിലാക്കി എടുത്തതല്ല, എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നീ എന്നെ ക്രിസ്തു എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ അക്നോളജ്മെൻറ്റിൽ പത്രോസിൻ്റെ ജീവിതത്തിന് ഒരു വലിയ ടേണിംഗ് പോയിന്റ് വന്നു. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കർത്താവിനെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 61 62 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവിനെ മഹാപുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെ അവനോട്, നീ വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു. മഹാപുരോഹിതനും അറിയേണ്ടതൊന്നായിരുന്നു, നീ ക്രിസ്തുവാണോ? പറ, നീ മിണ്ടാതെന്താ നിൽക്കുന്നേ? അങ്ങനെ ക്രിസ്തുവാണെന്ന് പറയുകയാണെങ്കിൽ, ക്രിസ്തുവാണെന്ന് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിന് ഭയങ്കരമായിട്ട് വലിയ ആപ്ലിക്കേഷൻ, അതിൻ്റെ പുറകിൽ വളരെ സത്യങ്ങൾ അവർ അംഗീകരിച്ചേ തീരത്തുള്ളൂ. കാരണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമും ഹവ്വായും വീണ് കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങിയ ആദ്യത്തെ പ്രൊഫസി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പം അന്ന് വീണ മനുഷ്യനോട് അരുളി ചെയ്തു, നിന്റെ സന്തതിക്കും ഈ സർപ്പത്തിനുമെതിരായിട്ടൊരു ശത്രുത്വമുണ്ട്, നിന്റെ സന്തതി ഇതിനെ തലയെ തകർക്കും. നമ്മൾ പറയുന്നത് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പിശാചിൻ്റെ തലയെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഈ അന്ന് തുടങ്ങി മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടി തുടങ്ങി ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തികരിച്ചിരുന്നത് യേശു കർത്താവില്ല. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വാക്ക് മഹാവിരോധന് പറയാനൊക്കത്തില്ല. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ തന്നെ എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ദൈവദൂഷണത്തിനായിട്ട് ഇനിയും വേറെ എന്തോ ഉണ്ട് ഒരു കാരണം, ഇത് അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും മഹാവിരോധൻ ചെയ്യാൻ പാടില്ലാത്ത തൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞു. അതോടുകൂടി ആ ശുശ്രൂഷ തന്നെ അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് മരിച്ചുയർത്തെഴുന്ന് കഴിഞ്ഞപ്പോൾ ഹീ ഈസ് ബിക്കം ദ ന്യൂ ഹൈ പ്രീസ്റ്റ്. നമുക്ക് പുതിയൊരു ഹൈ പ്രീസ്റ്റിലേക്ക് യേശു കർത്താവ് വന്നു. ഒരു ശുശ്രൂഷ മാറി, പഴയത് മാറി, പഴയ ആ കവനൻ്റ് തന്നെ മാറി, പുതിയൊരു കവനൻ്റിലേക്ക് നമ്മളെ വന്നു. അപ്പോൾ യേശുവിനെ കർത്താവെന്ന് നമ്മൾ അംഗീകരിക്കുന്നു, ക്രിസ്തുവെന്ന് അംഗീകരിക്കുന്നു. ആ പ്രോഫസീസ് എല്ലാം കർത്താവിൽ ഇതുവരെ നിവൃത്തിയായെങ്കിൽ ഇനിയും ബാക്കിയുള്ള പ്രോഫസീസും നിവൃത്തിയാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അന്ന് യഹൂദന്മാർക്ക് കഴിയാതിരുന്ന അതാണ്. അടുത്തത്, നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകും. അടുത്തതെന്ന് പറയുന്നത് കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുയേശുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ക്രൂശിച്ച ഈ യേശു, പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുക, അവനെയാണ് ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നത്. ഹീസ് ദ ലോർഡ്. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വന്നാൽ വേറെ ഒരു വാക്യം നമുക്ക് കാണാം. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് നടന്നിരിക്കും. സകല നാവും ഏറ്റുപറയേണ്ട ഒരു ദിവസം വരും. യേശു കർത്താവാണെന്ന്, ഹീസ് യുവർ ലോർഡ് എന്ന് പറഞ്ഞ കർത്താവ് യേശുവിന്, അതൊരു ഫ്യൂച്ചർ പ്രൊഫസി, അത് നടക്കണം. ഇപ്പോൾ നമ്മൾ വില്ലിങ്ങായിട്ട് പറയുന്നു, വില്ലിങ്ങല്ലാത്തവരും അതൊരിക്കൽ സമ്മതിക്കേണ്ടി വരും. കർത്താവിൻ്റെ തിരിച്ച് രണ്ടാമത് ഈ ലോകത്തിൽ വന്നിട്ടുള്ള, ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ടുള്ള തൻ്റെ വാഴ്ചയുടെ കാലത്ത്. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ നോക്കാം. റോമൻസ് 10:9. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതെ, വാ കൊണ്ട് ഏറ്റു പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രണ്ടും വേണം. യേശുവിനെ കർത്താവെന്ന് നമ്മളത് ചെയ്യും, ഏറ്റുപറയും, വിശ്വസിക്കും. അവിടെയാണ് രക്ഷിക്കപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് പിതാവായ ദൈവത്തെങ്കിലേക്കൊരു വാതിലും വഴിയും തുറന്നു കിട്ടുന്നത്. എ ഗേറ്റ് വേ ഈസ് ഓപ്പൺ ടു ദ ഫാദർ. കർത്താവ് പറഞ്ഞ്, ഞാനാണ് വാതിൽ, ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകാനൊക്കത്തില്ല. വേറെ ഒന്നും ഒരു വഴിയും വെച്ചിട്ടില്ല. ഈ കൺഫെഷൻ്റെ പുറത്താണ് ആ വാതിൽ തുറക്കുന്നത്. അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തിരിച്ച് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അങ്ങനെ 1 കൊരിന്ത്യർ
12:3 കൂടെ നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 3 വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഇത് പറയുകയാണ്, പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശു കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയാണെങ്കിൽ അത് വെറും വാക്കുകൾ പറയുന്നതല്ല, അത് നമ്മുടെ ഉള്ളിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ രൂപാന്തരം വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വരാൻ കഴിയത്തുള്ളൂ. മിയർ വേർഡ്സ് അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ നമ്മളത് സീരിയസ് ആയിട്ട് വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, ഒരു രൂപാന്തരം. ഇറ്റ്സ് ബിക്കംസ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു ആത്മീയമായ ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലേക്ക് അത് തരികയാണ്. നമ്മൾ കാണുന്ന ഈ യേശുവിനെ കർത്താവെന്ന് പറയുമ്പം നമ്മുടെ യൂണിവേഴ്സ്, നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകലയിടത്തെയും ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? യേശു കർത്താവ്. ഫിലിപ്പ് ലേഖനത്തിൽ 2 അധ്യായത്തിൽ അത് എഴുതി വച്ചു. ഫിലിപ്പ് ലേഖനം 2 അധ്യായം അതിൻ്റെ 9 തുടങ്ങിയുള്ള 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പം കർത്താവെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഹീസ് ദ ഹയസ്റ്റ് പേഴ്സണാലിറ്റി ഇൻ ദ ഹോൾ യൂണിവേഴ്സ്. ഈ നമ്മൾ കാണുന്ന ഈ യൂണിവേഴ്സിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, അവൻ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ആരും നിൽക്കാനൊക്കത്തില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ അതിൻ്റെ മറത്തുള്ളത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം ചിന്തിച്ച്, അവൻ നമുക്കെതിരാണെങ്കിൽ നമുക്കെങ്ങനെ നിൽക്കാൻ കഴിയും? പാപത്തോട് അവന് യഥാർത്ഥത്തിൽ അവന് പ്രശ്നമുണ്ട്. പാപിയോട് സ്നേഹമുണ്ടെങ്കിലും പാപത്തോട് അവൻ വെറുപ്പാണ്. നമ്മൾ പോയി നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പാപമില്ലാത്തവനായി നമ്മുടെ പാപമെല്ലാം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്. പിതാവായ ദൈവം യേശു കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വിളിച്ചേക്ക്. അപ്പം നമ്മളീ പറഞ്ഞ് ഇന്ന് ഇത്രയും ഞാൻ സംസാരിച്ചതിൻ്റെ ഒരു കാര്യം, നമ്മൾ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞ 3 കാര്യങ്ങൾ. രക്ഷകൻ എന്നുള്ളത് മാത്രമല്ല, ഹീസ് അവർ ലോർഡ് ആൻഡ് ഹീസ് അവർ ക്രൈസ്റ്റ്. ക്രിസ്തുവും കർത്താവുമാണ്, അവനാണ് നമ്മുടെ രക്ഷകനെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നും കർത്താവെ രക്ഷിക്കണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ തുടങ്ങിയെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നടപ്പിലേക്ക് അവൻ്റെ കർത്തൃത്വം നമ്മൾ സ്വീകരിക്കണം. അവൻ ക്രിസ്തുവാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തോടെ നമ്മൾ നടക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 17 അധ്യായത്തിൽ 1-2 വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 7 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകിട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തുകൊണ്ട് അവന് നന്ദി പറയുമോ? ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. അവൻ മതി. ഇതൊന്ന് അല്പം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഒബീഡിയൻസ് ഏത് ലെവലിലായിരിക്കണം കർത്താവിൻ്റെ മുമ്പാകെ? ഏത് ലെവലിലായിരിക്കണം നമ്മൾ
കർത്താവ് ഏത് ലെവലിലായിരിക്കണം കർത്താവിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു യജമാനൻ തൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ദാസൻ വയലിൽ പോയി 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഏതാണ്ട് 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് അന്നത്തെ കാലത്ത് വീട്ടിൽ വരികയാണ്. അവിടെ യജമാനൻ അവിടെ ഇരിക്കുക. ഈ 12 മണിക്കൂർ വെയിൽ കൊണ്ട ദാസനോട് യജമാനൻ പറയുമോ നീ പോയി എന്തെങ്കിലും കുടിച്ച് അവിടെ കാണുന്നിരിക്കുക എന്ന് പറയുമോ? അല്ല. യജമാനൻ എന്തോ പറയും? നീ പോയി എനിക്ക് എന്തെങ്കിലും ചെയ്യ്, എനിക്ക് തിന്നാനും കുടിക്കാനും കൊണ്ടുപോവാ, എനിക്കിതാ എന്നെ സെർവ് ചെയ്യ്. അവൻ 12 മണിക്കൂർ ജോലി ചെയ്തെന്നൊന്നും യജമാനൻ കണക്കിടുന്നില്ല. അവൻ യജമാനാണ്, ഇവൻ ദാസനാണ്. ഇത് യേശു കർത്താവ് പഠിപ്പിച്ച ഒരു ഭയങ്കര ഒരു സത്യമായതിനകത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നു കഴിഞ്ഞിട്ട് നീ പോയി തിന്നും കുടിച്ചോളും ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്യമോ? അവണ്ണം നിങ്ങളോട് തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയും. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഒന്ന് ചെയ്താൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തുവാ? എൻ്റെ കർത്താവേ ഞാനത് ചെയ്തു, നീ എനിക്കൊന്നും ചെയ്തില്ല, നീ എന്നെ എന്തുവാ ഇങ്ങനാന്നോ? ഇവിടെ ചോദിക്കുന്നത് എന്തോ? കൽപ്പിച്ചത് ചെയ്തതിന് നന്ദി പറയണോ? നീ ദാസനല്ലേ? അടുത്തെന്തോ എഴുതിയേക്കുന്നത്? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതത്രേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. എന്തൊരു വ്യത്യാസം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരണം. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം ഈ കർത്താവിനെ നമ്മൾ കാണുന്നത്? നമുക്ക് വേണ്ടി അവൻ എന്താ ചെയ്തതെന്നുള്ളതിൻ്റെ വലിയൊരു ബോധ്യം നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. കർത്താവ് പത്രോസിനോട് പറഞ്ഞല്ലോ, പത്രോസേ, ഇത് നിനക്ക് മനസ്സിലാക്കി തന്നത് നീ തന്നെ ഇത് മനസ്സിലാക്കിയതല്ല, ഇത് നിനക്ക് വേണ്ടി കർത്താവ് ദൈവം തമ്പുരാൻ തന്നെ ഇപ്പം നമുക്കുള്ളത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയോടെ പ്രവർത്തിച്ചിട്ട് ഈ സത്യം നമുക്ക് ഗ്രഹിപ്പിച്ച് തരേണ്ടിയിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ 6-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? കർത്താവ് എപ്പോഴും പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു ശരിയാകത്തില്ല. വെറുതെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ലേ? ഇസ് ദർ എ ചേഞ്ച് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യാസം, നമ്മുടെ ജീവിത രീതികളിലൊരു വ്യത്യാസം നമുക്കുണ്ടാകുന്നുണ്ടോ? അതോ നമ്മളിപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് മാത്രത്തിൽ, ആ ലിപ് സർവീസിൽ മാത്രം നമ്മൾ നിൽക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കൊരു വലിയ വ്യത്യാസം, നമ്മുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ. യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന് ഗ്രഹിച്ച് അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇച്ഛിക്കാമെന്നും പ്രവർത്തിക്കാമെന്നും ദൈവം മാത്രമേ തിരുവുള്ളമുണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഒന്ന് നിന്ന് കൊടുക്കുക. ഞാൻ വയലിൽ നിന്ന് വരുമ്പോഴേ ഞാൻ കാലും വെച്ച് ഞാൻ അവിടെ കയറി ഇരിക്കണമെന്ന് പറയുന്ന ആ മെൻറ്റാലിറ്റി മാറ്റുക. ആരുടെ പുറകെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്? ഈ ദൈവം ആരാണ്? ഒരു വലിയ തിരിച്ചറിവിലേക്ക് കർത്താവ് ദിവസങ്ങളിൽ നമ്മളെ നടത്തട്ടെ. അത് നമുക്ക് പുതിയ വർഷത്തിലേക്ക് ഒരു വലിയ ഒരുക്കമാകട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.